ഹായ് വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. CUT, NCET തുടങ്ങിയ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, IIT, NIT തുടങ്ങിയ ഇന്ത്യയിലെ മികച്ച സ്ഥാപനങ്ങളിലേക്ക് NTA നടത്തുന്ന സ്പെഷ്യൽ എക്സാമുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എജുബിൾസ് ലേണിംഗ് അതുമായി ബന്ധപ്പെട്ട് നിരന്തരം വീഡിയോസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പരിശീലനവും കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ആപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിന് താല്പര്യമുള്ള ചിലപ്പോൾ ആപ്പിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ എടുക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് പോലും ഞങ്ങൾ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അത് ഒരുപാട് സീരീസ് ആയിട്ട് ഇതുവരെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്, എന്തുകൊണ്ടാണ് നമ്മുടെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസിൽ ഇത്തരം ടോപ്പിക്കുകൾ മാത്രം ഡിസ്കസ് ചെയ്യുന്നത്, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. തീർച്ചയായും ഇതിൻ്റെ അവസാനം വരെ കാണുക. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ ജോയിൻ അവർ കമ്മ്യൂണിറ്റി എന്ന് കാണാം. അപ്പോൾ അവിടെ ജോയിൻ ചെയ്താൽ ഫ്രീ ആയിട്ട് ഓരോ ദിവസവും ഞങ്ങൾ കൊടുക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇതൊക്കെ ഞാൻ ആദ്യമേ പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോസ് കഴിഞ്ഞ ശേഷം ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും അപ്ഡേറ്റുകൾ ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഒരുപാട് ഫ്രീ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായും NCET എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ഡിഗ്രിയോടൊപ്പം BEd കൂടി കിട്ടുന്ന ഒരു മികച്ച കോഴ്സാണ്, അതും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ. അങ്ങനെയുള്ള ഒരു കോഴ്സ് ലഭിക്കാൻ നമ്മൾ മികച്ച തയ്യാറെടുപ്പ് നടത്തണം. പക്ഷേ അത് നമ്മുടെ +2 പഠനത്തോടൊപ്പം തന്നെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും +2 കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ അതല്ലെങ്കിൽ NIT-യിലോ IIT-യിലോ ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായും ഒരു സീറ്റ് ലഭിക്കും. നമ്മൾ വിചാരിച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം നടത്തുകയാണെങ്കിൽ നമ്മുടെ +2-ൻ്റെ കൂടെ തന്നെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള കോച്ചിങ്ങും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇത്തരം സബ്ജക്റ്റുകൾ നമ്മൾ കറൻറ്റ് അഫയേഴ്സ്, ജനറൽ ടെസ്റ്റ്, അതായത് ജനറൽ ടെസ്റ്റ് എന്നുള്ള ഒരു ടോപ്പിക് ഉണ്ട്. അതുപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, NCET എക്സാമിന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ NCET-ക്കും CUT-ക്കും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതല്ലെങ്കിൽ ജനറൽ ടെസ്റ്റ്. അപ്പോൾ ഇതിൽ വരുന്ന കറൻറ്റ് അഫയേഴ്സ്, അതുപോലെ തന്നെ സ്റ്റാറ്റിക്, GK, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള PYQs, അതുപോലെ തന്നെ കറൻറ്റ് അഫയേഴ്സിൽ വരുന്ന പുതുതായി വരുന്ന ഓരോ സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം നമുക്ക് ഒരു ദിവസം കൊണ്ട് കറൻറ്റ് അഫയേഴ്സ് പഠിച്ചു തീർക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാവും. കറൻറ്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലർലി ഇത് നോക്കി പോകണം. ഓരോ സമയത്തും ഇപ്പോൾ എക്സാം നടക്കുന്നതിൻ്റെ ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളൊക്കെ എക്സാമിന് വരും. അപ്പോൾ ഇത്രയും ദിവസത്തെ കറൻറ്റ് അഫയേഴ്സ് നോക്കിയിട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള അതിൻ്റെ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസുകൾ വായിച്ചെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ +2-ൻ്റെ കൂടെ നിങ്ങൾക്കൊരു പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളത് മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള മെറ്റീരിയൽസാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഏതായാലും നമുക്ക് ഓരോ ടോപ്പിക്കുകൾ എടുത്തു നോക്കാം. അപ്പോൾ നമ്മളതിൽ നിങ്ങൾക്കൊരു PYQ തന്നിരുന്നു അല്ലേ? നോക്കൂ, ഐഡൻറ്റിഫൈ ദ ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെൻറ്റൻസ്. എന്താണ് ക്വസ്റ്റ്യന്? ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെൻറ്റൻസ് കണ്ട് ഇത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. നിങ്ങളുടെ NCET എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് 2 ലാംഗ്വേജ് എഴുതണം. അതിലൊന്ന് ഇംഗ്ലീഷ് എഴുതുന്നതായിരിക്കും നന്നാവുക, മറ്റൊന്ന് മലയാളവും. അപ്പോൾ നമ്മുടെ കൊടുക്കുന്ന കോച്ചിങ്ങിൽ ഇംഗ്ലീഷിൻ്റെ സ്പെഷ്യൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ സബ്ജക്റ്റുകൾ എടുക്കുന്നുണ്ട്. മലയാളം എക്സാം അനുബന്ധിച്ച് മലയാളത്തെക്കുറിച്ചും നമ്മൾ എന്ത് ചെയ്യും, വീഡിയോസ് നിങ്ങൾക്ക് നൽകും. അപ്പോൾ നിങ്ങൾ ഏതായാലും ഇംഗ്ലീഷിലൊരു PYQ നോക്കൂ. ഐഡൻറ്റിഫൈ ദ ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെൻറ്റൻസ്. ഇംഗ്ലീഷിൽ ഗ്രാമർ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവിടെ 4 സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മോഡലാണ് പറഞ്ഞു കേട്ടോ. 4 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. നെയ്തർ ദ പ്രൊഫസർ നോർ ദ സ്റ്റുഡൻസ് വാസ് ഏബിൾ ടു അറ്റൻഡ് ദ ലെക്ചർ. നെയ്തർ ദ പ്രൊഫസർ നോർ ദ സ്റ്റുഡൻസ് were able to attend the lecture. Neither the professor or the students was able to attend the lecture. Neither the professor nor the students is able to attend the lecture.
അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഇതിൽ നമ്മൾ ഗ്രാമറിലെ ഏതൊരു കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാം. നെയ്തർ അല്ലേ, നെയ്തർ നോർ എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. നെയ്തർ നോർ വന്നാൽ എന്ത് ചെയ്യണം? നെയ്തർ നോർ വന്നാൽ അവിടെ സബ്ജക്റ്റ് എന്തായിരിക്കും, വേർബ് എന്തായിരിക്കും, അതിൻ്റെ സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ് അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, നെയ്തർ നോർ, എയ്തർ ഓർ എന്നൊക്കെ വന്നാൽ അവിടെ നമ്മുടെ ഇവിടുത്തെ കണ്ടോ നിങ്ങൾ സെൻറ്റൻസ് ഇവിടെ സ്റ്റുഡൻസ്, നെയ്തർ ദ പ്രൊഫസർ നോട്ട് ദ സ്റ്റുഡൻറ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നെയ്തർ കഴിഞ്ഞിട്ട് ഒരു നൗൺ ഉണ്ടാവും. നെയ്തർ കഴിഞ്ഞിട്ട് ഒരു നൗൺ, അതായത് നെയ്തർ ദ പ്രൊഫസർ, പ്രൊഫസർ മാത്രമല്ല അതുപോലെ നോട്ട് ദ സ്റ്റുഡൻറ്, സ്റ്റുഡൻസും ഇവർ അല്ലേ, നോട്ട് ദ സ്റ്റുഡൻസ്, പ്രൊഫസേഴ്സ് മാത്രമല്ല സ്റ്റുഡൻസും വാസ് ഏബിൾ ടു അറ്റൻഡ് ദ ലെക്ചർ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ സ്റ്റുഡൻസ്, ഇവിടെയും സ്റ്റുഡൻസ്, എല്ലായിടത്തും സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ അതിനുശേഷം വരുന്ന വെർബ് നോക്കൂ, വാസ്, വേർ, വാസ് അല്ലേ, ഈസ്, ഇങ്ങനെയുള്ള എത്ര സെൻറ്റൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നെയ്തർ നോർ വന്നാൽ അതിൽ രണ്ടാമത്തെ നൗൺ, ഇതാണ് രണ്ടാമത്തെ നൗൺ. നെയ്തർ നോറിന് ശേഷം ഈ നൗണിൻ്റെ അത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ നോക്കൂ. എന്നിട്ടാണ് അവിടുത്തെ വേർബ് തീരുമാനിക്കുക. നമുക്കറിയാം ഈ വാസ് അതുപോലെ തന്നെ ഈസ് എന്നുള്ളതൊക്കെ എന്താണ്, സിംഗുലർ വെർബിൻ്റെ കൂടെ വരുന്നതല്ല, സിംഗുലർ. എന്നാലോ പ്ലൂരൽ ആകുമ്പോൾ വേർ അതുപോലെ തന്നെ ആർ എന്നുള്ളതൊക്കെ വരുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ നോക്കൂ, ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ? അത് പ്ലൂരൽ അല്ലേ. സ്വാഭാവികമായിട്ട് പ്ലൂരൽ ആയതുകൊണ്ട് തന്നെ വേർബ് എന്ത് ചെയ്യണം, പ്ലൂരൽ ആവണം. അപ്പം നിങ്ങൾ നോക്കൂ, വാസു പറ്റുമോ? വാസു പറ്റൂല. അതുപോലെ തന്നെ വേറ് പറ്റുമോ? വേറ് പറ്റൂലേ. വാസു പറ്റൂല. പിന്നെ ഈസ് പറ്റുമോ? ഈസും പറ്റൂല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പ്ലൂരലായ ഒരു നൗണ് വരുമ്പോൾ അതിനോട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർബ് ഏതാണ്? ഇവിടെ വേർബ് അല്ലേ, വേർ എന്നുള്ളതാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നത് എന്തിനാണെന്നറിയോ? എക്സാമിന് ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ചോദിക്കും. നെയ്തർ നോർ അല്ലേ, ഇവിടെ വന്നില്ലേ. അതുപോലെ എയ്തർ ഓർ, നെയ്തർ നോർ അതുപോലെ തന്നെ എയ്തർ ഓർ അല്ലേ, ഓർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സാമിന് വരാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, നെയ്തർ നോർ ദ വേർബ് അഗ്രീസ് വിത്ത് ദ സബ്ജക്ട് ക്ലോസർ ടു ദ വേർബ്. ഒരു നെയ്തർ നോർ വരികയാണെങ്കിൽ ഈ വെർബിനോട് യോജിച്ച സബ്ജക്റ്റ് ആയിരിക്കും അല്ലേ. അവിടെയാണ് റൂൾ ഓഫ് പ്രോക്സിമിറ്റി ഇൻ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വേർബ് അതിനോടനുബന്ധിച്ച നൗൺ ഏതാണെന്ന് നോക്കുക, അതിനനുസരിച്ചാണ്. ഇവിടെ ഫസ്റ്റത്തെ നൗൺ നോക്കി നിങ്ങൾ, പ്രൊഫസർ, ഈ നൗൺ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് സിംഗുലറാണ്. അതനുസരിച്ചല്ല നമ്മൾ അവിടെ വേർബ് അഗ്രിമെൻറ്റ് വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. നിങ്ങളൊരു റീസണിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻസ് എക്സാമിനൊക്കെ ഇതുപോലെയുള്ള ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. എ പേഴ്സൺ വാക്സ് 10 മീറ്റർ നോർത്ത്. ഒരു വ്യക്തി നോർത്തിലേക്ക് ഒരു 10 മീറ്റർ സഞ്ചരിക്കുന്നു. ദെൻ ടേൺസ് റൈറ്റ്, പിന്നെ വലത്തോട്ട് തിരിയുന്നു. ആൻഡ് വാക്സ് 5 മീറ്റർ, എന്നിട്ട് 5 മീറ്റർ കൂടി സഞ്ചരിക്കുന്നു. ദെൻ ടേൺസ് റൈറ്റ്, വീണ്ടും വലത്തോട്ട് തിരിയുന്നു. ആൻഡ് വാക്സ് 10 മീറ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ എക്സാമിൽ മനസ്സിലാക്കുക, നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ, ഒരു ഡയറക്ഷൻ മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ പേപ്പറിൽ മുകൾ ഭാഗത്ത് നോർത്ത്, അടിയിൽ സൗത്ത്, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ്, അതുപോലെ തന്നെ ഈസ്റ്റ്, ഇങ്ങനെയുള്ള ഒരു ഡയറക്ഷൻസ് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്ക് റഫ് കിട്ടുമ്പോൾ റഫിൽ ഇങ്ങനെ അടയാളപ്പെടുത്താം. എന്നിട്ട് നമ്മളൊരാൾ അല്ലേ, ഒരു പോയിന്റ് എടുക്കുക. ഫസ്റ്റ് എന്താ ചെയ്യുന്നത് നോക്കൂ. ഫസ്റ്റ് 10 മീറ്റർ നോർത്ത്. അപ്പം നോർത്തിലേക്ക് 10 മീറ്റർ പോകുന്നു. നോർത്തിലേക്ക് 10 മീറ്റർ പോകുന്നു. ഇത് 10 മീറ്റർ പോകുന്നു. ദെൻ ടേൺസ് റൈറ്റ്, വലത്ത് ഭാഗത്ത് ഇതില്ലേ, മുകളിലേക്ക് പോകുമ്പോൾ വലത്ത് ഭാഗം ഈ ഭാഗത്തേക്കാട്ടോ. ഈ ഭാഗത്ത് പോയിട്ട് എത്ര, ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 5 മീറ്റർ. വലത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ വീണ്ടും സഞ്ചരിക്കുന്നു. ഇനി ദെൻ ടേൺസ് റൈറ്റ്, ഇങ്ങോട്ടാണ് പോകുന്നത് അല്ലേ. അവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട്. ആൻഡ് വാക്സ് 10 മീറ്റർ. അപ്പോൾ എന്തായി, 10 മീറ്റർ ഇങ്ങോട്ട് സഞ്ചരിക്കുന്നു. ഇനി നിങ്ങൾ നോക്കൂ, വാട്ട് ഡയറക്ഷൻ ഈസ് ഫേസിങ് നോ. നമുക്കറിയാം ആദ്യം അവൻ ഉണ്ടായിരുന്നത് ഇവിടെ ആയിരുന്നു അല്ലേ. ഇനി നോക്കൂ, ഡയറക്ഷൻ ഈസ് ഫേസിങ് നോ. ഇപ്പം അവൻ ഏത് ഭാഗത്തേക്കാണ് ഫേസ് ചെയ്യുന്നത്? ഇങ്ങോട്ടല്ലേ. ഇത് ഏത് ഭാഗം? താഴ്ഭാഗം എന്ന് പറഞ്ഞാൽ അല്ലേ, ഇത് സൗത്ത്. ഇതാ ഇവിടെ കണ്ടോ, സൗത്ത് ആണ്. അപ്പോൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇത് സൗത്ത് ആണ്. സോ ആൻസർ ഈസ്
ആൻസർ ഈസ് ഓപ്ഷൻ ബി. സൗത്തിലേക്കാണ് അവൻ നോക്കുന്നത്, ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ഡയറക്ഷനുമായി ബന്ധപ്പെട്ട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് എത്രയും വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നോ നമ്മുടെ എക്സാമിന് മറ്റു ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും, സമയം ലാഭിക്കാൻ പറ്റും. ഇനി ഏതായാലും നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കുക. Each of the following sentence in this section has blank space with 4 options. ഇതിന്റെ ഡയറക്ഷൻസ് തന്നാട്ടോ. സെലക്ട് വിച്ച് എവർ preposition or determiner you consider the most appropriate for the blank space and indicate your response on the answer sheet. ഒന്നുമില്ല, നമ്മളിവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയ പ്രിപ്പോസിഷനോ ഡിറ്റർമിനറോ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു സെന്റൻസ് തന്നിട്ടുണ്ടാവും, ഇംഗ്ലീഷിൽ വന്നതാ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വി മെറ്റ് എ വെരി നൈസ് ഫാമിലി ഡേഷ് അവർ ഹോളിഡേ. അപ്പോൾ നോക്കൂ, ഞങ്ങളൊരു ഫാമിലിയെ കണ്ടുമുട്ടി, അവർ ഹോളിഡേ, ഞങ്ങളുടെ ഹോളിഡേയുടെ ഇടയിലാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും യോജിച്ച ഒരു പ്രിപ്പോസിഷൻ ഏതാ നോക്കൂ. വൈൽ, ഇൻ ടു, ഡ്യൂറിങ്, ബൈ, ഇങ്ങനെ കുറച്ച് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വൈൽ എന്ന് പറഞ്ഞാൽ അതിനിടയിൽ തന്നെയാണ് അല്ലേ. ഇൻ ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഇൻ ടു കാലിക്കറ്റ്, ഇൻ ടു ഷോപ്പ് എന്നൊക്കെ പറയും. ഒരു സ്ഥലത്തേക്ക് പോകുന്നതിനാണ് ഇൻ ടു പറയാം. അപ്പോൾ നമുക്ക് ഹോളിഡേന് ഇടയിൽ എന്ന് പറയാൻ അത് യൂസ് ചെയ്യാൻ പറ്റൂല. പിന്നെ ഡ്യൂറിങ് പറ്റും, ഡ്യൂറിങ് ഇടയിൽ. പിന്നെ ബൈ എന്ന് പറയുന്നത് എപ്പോഴാണ്, ബൈ ദ റിവർ അല്ലേ, ഒരു റിവർ സൈഡിൽ പറയും, അല്ല ഒരു ഡെഡ് ലൈന് വേണ്ടിയൊക്കെ പറയും. ബൈ നെക്സ്റ്റ് ഫ്രൈഡേ, അടുത്ത ഫ്രൈഡേക്കുള്ളിൽ എന്നൊക്കെ പറയാൻ വേണ്ടി ബൈ യൂസ് ചെയ്യും. പക്ഷെ അവിടെയും ഒരു കാര്യത്തിന് ഇടയിൽ ഒരു സമയത്തായിട്ട് സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് യോജിച്ച 2 വാക്കുകൾ, ഒന്ന് വൈൽ എന്നുള്ളതും ഡ്യൂറിങ്. ഇനി ഇതിൽ ഏതാണ് സ്യൂട്ടബിൾ എന്നാണ് നോക്കേണ്ടത്. ശ്രദ്ധിക്കുക, വൈൽ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും വൈൽ വി വാസ് ഗോയിങ്, വി വേർ ഗോയിങ്, ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയിൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വൈൽ എന്നുള്ളത് ശരിക്കും പ്രിപ്പോസിഷൻ ആണോ? അതൊരു പ്രിപ്പോസിഷൻ അല്ല, അതുണ്ട്. വൈൽ എന്നുള്ളത് കൺജങ്ഷൻ ആണ്. അത് വന്നാൽ നമുക്ക് ഒരു സബ്ജക്റ്റ് വേണം, അതുപോലെ തന്നെ വേർബ് വേണം. ക്ലിയർ ആയോ? വൈൽ വി വേർ ഗോയിങ്, ഞങ്ങൾ പോകുന്നതിനിടയിൽ, അങ്ങനെ ആണ് ഉപയോഗിക്കാറുള്ളത്. സോ ഒരു സബ്ജക്റ്റും ഒരു വെർബും വേണം. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, ഡ്യൂറിങ് എന്നുള്ളതാണ് വേണ്ട, അതൊരു പ്രിപ്പോസിഷൻ ആണ്. വി മെറ്റ് എ വെരി നൈസ് ഫാമിലി ഡ്യൂറിങ് അവർ ഹോളിഡേ, ഞങ്ങളുടെ ഹോളിഡേക്കിടയിൽ. ഹോളിഡേ എന്ന് പറഞ്ഞാൽ ഒരു സമയത്തിനുള്ളിലല്ലേ ഇത് നടക്കുന്നത്, കണ്ടുമുട്ടുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സ്പെസിഫൈഡ് സമയത്തിനുള്ളിൽ നടക്കുന്ന കാര്യത്തിന് ഡ്യൂറിങ് എന്നുള്ളതാണ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ്, അതിൻ്റെ യൂസേജസുകൾ നമ്മൾ പഠിച്ചു വെക്കണം. ഞാനിത് പറയുന്നത് നിങ്ങൾ CUET NCT ഒക്കെ എഴുതുമ്പോൾ +2 3 ഡൊമൈൻസ് അല്ലേ, DSS എന്ന് പറയും, ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റുകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് എഴുതാം. നിങ്ങൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ആ സബ്ജക്റ്റ് എഴുതാം. ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലോ അതും എഴുതാം. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ DSS ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് സ്പെഷ്യലായിട്ടൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് +2ൻ്റെ കൂടെ തന്നെ പഠിക്കുകയാണെങ്കിൽ അത് നടക്കും. അതേ സമയത്ത് ഇങ്ങനെയുള്ള ജനറൽ ടോപ്പിക്കുകൾക്ക് നിങ്ങൾ ചെയ്ത് പരിചയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ എങ്ങനെയാണ് എക്സാമിന് പഠിക്കേണ്ടത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ റീസണിങ് എന്നൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി സ്റ്റാറ്റിക് GKയിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഗ്യാസ് ഈസ് ഫൗണ്ട് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ? എന്താണ് സ്ട്രാറ്റോസ്ഫിയർ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, അന്തരീക്ഷ പാളികൾ. ഇത് GKയുമായി ബന്ധപ്പെട്ട ജനറൽ, അപ്പോൾ CUTക്ക് NCTക്ക് ഒക്കെ വരും കേട്ടോ. ഇതൊരു PYQ ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഗ്യാസ് ഈസ് ഫൗണ്ട് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ? അന്തരീക്ഷ പാളികളായ സ്ട്രാറ്റോസ്ഫിയറിൽ ഏത് ഗ്യാസ് ആണ് കാണപ്പെടുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓസോൺ, കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, ഹൈഡ്രജൻ. ചെറിയ ക്ലാസ് തന്നെ പഠിക്കുന്നതാണ്. ഏതാണ്? ഓസോൺ. എത്ര പേർക്ക് കിട്ടി? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പണ്ട് പഠിച്ച ഓർമ്മയിൽ നിന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് പറയൂ. അപ്പോൾ ഓസോൺ ആണ്, ഓസോൺ ലെയർ. നമ്മൾ അന്തരീക്ഷത്തിൽ ഓസോൺ പാളി, അതല്ല ആ ലെയർ സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ പ്രത്യേകത, നിങ്ങൾ അന്തരീക്ഷത്തിൽ നോക്കൂ, ആദ്യം ഏതാണ്? ടോപ്പോസ്ഫിയർ. അതിൻ്റെ മുകളിലാണ് എന്ത് നിൽക്കുന്നത്? സ്ട്രാറ്റോസ്ഫിയർ അല്ലേ. നോക്കൂ, the second layer that extends from top of the troposphere to about 50 കിലോമീറ്റർ അല്ലേ. ഏകദേശം ഒരു 18 അന്തരീക്ഷത്തിൽ ഒരു 18 കിലോമീറ്റർ വരെ നമ്മൾ എന്ത് പറയുന്നു? ഏത് പാളിയാണ്? അത് ട്രോപ്പോസ്ഫിയർ ആണ്. പിന്നെ വരുന്നതാണ് എന്ത്? സ്ട്രാറ്റോസ്ഫിയർ അല്ലേ. ഒരു ഏകദേശം അത് എത്ര വരും? 50 കിലോമീറ്റർ വരെ അതിൻ്റെ മുകളിലാണ് ഇത് വരുന്നത്, മിസോസ്ഫിയർ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്?
ഇതിങ്ങനെ മുകളിലേക്ക് പോകുന്നതോടും ഇവിടെ ചൂട് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക. നമ്മൾ സാധാരണ ഇവിടുന്ന് മുകളിലേക്ക് പോകുമ്പോൾ തണുപ്പാണ് അല്ലേ, അതിൻ്റെ തണുപ്പ്. അതേ സമയത്ത് ഈ നമ്മൾ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ പ്രത്യേകത അവിടുന്ന് മുകളിലേക്ക് പോകുന്തോറും അവിടെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ലേയേഴ്സൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ടോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, അങ്ങനെ പോയിട്ടുള്ള ലേയേഴ്സുകളൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇനി നോക്കൂ നെക്സ്റ്റ്. ഇനി ഞാൻ കുറച്ച് കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് കാരണം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ജനറൽ ടെസ്റ്റിനും ചോദിക്കും, നോബൽ പ്രൈസ് ചോദിക്കും, അവാർഡ്സ്. അതുപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് NCERTക്ക് ഉണ്ട്. അതിൽ സയൻറ്റിസ്റ്റുകളെ പഠിക്കാനുണ്ട്, എക്കണോമിസ്റ്റുകളെ പഠിക്കാനുണ്ട്. അതിൽ അവർ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ആളുകളാണ് നമ്മുടെ നോബൽ പ്രൈസ് കിട്ടിയവർ. അപ്പോൾ ഈ വർഷം നോബൽ പ്രൈസ് കിട്ടിയ കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കിട്ടിയ ആളുകളാണ് ഞാൻ ഇവിടെ കൊടുത്തത്. ഒന്ന് സുസുമ കിറ്റഗാവ, രണ്ടാമത് റിച്ചാർഡ് റോബ്സൺ, ഒമർ M. യാക്കി. എന്താണ് അവരെന്ത് കണ്ടുപിടുത്തം നടത്തിയത്? മരുഭൂമിയിലെ വായുവിൽ നിന്ന് പോലും ജലം ശേഖരിക്കാനും അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അടക്കം വാതകങ്ങൾ പിടിച്ചെടുക്കാനും പറ്റുന്ന വസ്തുക്കൾ നിർമ്മിക്കുന്നതും സാധ്യമാക്കിയ ഒരു കണ്ടുപിടുത്തം. അതാണ് അല്ലേ, മരുഭൂമിയിൽ ജലം വളരെ കുറഞ്ഞ അളവിലാണ് ഉണ്ടാവുക, അവിടുന്ന് ജലം ശേഖരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. അത് കെമിസ്ട്രിയിൽ അവർ നടത്തിയ ഈ കണ്ടുപിടുത്തത്തിന് അവർ ഈ പ്രാവശ്യം 2025 നോബൽ പ്രൈസ് ലഭിച്ചു. ഇപ്പം കെമിസ്ട്രിയിലെ ആളുകളെ തന്നെ ഇതിനൊരു കോഡെങ്കിലും ഉണ്ടാക്കി വെക്കണം കേട്ടോ. നിങ്ങളിത് കാണാതെ പഠിക്കണം എന്ന് പറയുന്നില്ല. ഭയങ്കര ടഫാണ് ഇത്, ഇങ്ങനെയുള്ളതൊക്കെ കാണാതെ പഠിച്ചിട്ട് എങ്ങനെയാണ് എക്സാം എഴുതുക? ഒന്നുമില്ല. ഇതിന് പറ്റിയ, നിങ്ങൾക്ക് സ്യൂട്ടബിളായ, നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റിയ ഒരു കോഡ് ഉണ്ടാക്കുക. എന്നാൽ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ആ കോഡിലുള്ള ആളെ പെട്ടെന്ന് ഓർമ്മ വരും. അത് ഐഡൻറ്റിഫൈ ചെയ്യുക, ജസ്റ്റ് ടിക്ക് ചെയ്യുക. ഓക്കെ, കമ്പ്യൂട്ടർ എക്സാം അല്ലേ, അപ്പോൾ ക്ലിക്ക് ചെയ്യണം, മറന്നു പോകരുത്. അടുത്തത് ഞാൻ നോക്കൂ, ഈ പ്രാവശ്യം ഫിസിക്സിൽ നോബൽ സമ്മാനം കിട്ടിയത് അവരെന്താ, വൈദ്യുത സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിൻ്റെയും ഊർജ ക്വാണ്ടൈസേഷൻ്റെയും കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് വളരെ വികസിച്ച് വരുന്ന ഒരു ശാസ്ത്ര ശാഖയാണ്. ഈവൻ എല്ലാ മേഖല, അതിൻ്റെ ക്വാണ്ടം കമ്പ്യൂട്ടറുകളൊക്കെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏർലി സ്റ്റേജിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ അതുവഴി ലോകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൽ ഞാൻ ഗൂഗിളിൻ്റെ ഒക്കെ ചിപ്പിനെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യാം. തീർച്ചയായും സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും, അതുപോലെ തന്നെ സയൻറ്റിസ്റ്റുകൾ ചോദിക്കുമ്പോൾ. അപ്പോൾ ഈ ഫിസിക്സിൽ ഈ കണ്ടുപിടുത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ആളുകൾ ആരൊക്കെയാണ് നോബൽ പ്രൈസ് കിട്ടിയവർ? ജോൺ ക്ലാർക്ക്, മിഷേൽ H. ഡിവോറൈറ്റ്, ജോൺ M. മാർട്ടിനസ്. ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇത് വരുന്നത് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്? താഴെ 4 ഓപ്ഷൻസ് കൊടുത്തു. നമ്മൾ നോക്കൂ, 121, 144, 169 ആൻഡ് 225. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ജസ്റ്റ് ഒന്ന് നോക്കൂ. ഇതൊക്കെ എന്താണ്, സ്ക്വയർ ആണ് അല്ലേ. 11ൻ്റെ സ്ക്വയർ ആണ് ഇത് വരുന്നത് 121, 12ൻ്റെ സ്ക്വയർ ആണ് 144, 13ൻ്റെ സ്ക്വയർ ആണ് 169, 15ൻ്റെ സ്ക്വയർ ആണ് 225. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തന്നു. അപ്പോൾ എല്ലാം സ്ക്വയർ ആണ്. അപ്പോൾ പിന്നെ ഏതാ വേർതിരിച്ചെടുക്കുക? നിങ്ങൾ ജസ്റ്റ് നോക്കൂ, ഇവിടെ ഈ നമ്പേഴ്സ് ഒന്ന് ശ്രദ്ധിക്കൂ. 11 ഈവൻ നമ്പർ ആണോ, ഓഡ് നമ്പർ ആണോ? ഓഡ് നമ്പറാണ് അല്ലേ. അതേ സമയത്ത് 12 ഈവൻ നമ്പറാണ്, 13 ഓഡ് നമ്പറാണ്, 15 ഓഡ് നമ്പറാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു പാറ്റേൺ എന്താണ്, ഇത് നമുക്ക് ഈ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ്? ഈവൻ നമ്പറായ 12ൻ്റെ സ്ക്വയർ ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഏകദേശം 1 മുതൽ 20 വരെയുള്ള സ്ക്വയർ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ എക്സാം എത്രയും വേഗത്തിൽ ഏറ്റവും ഉഷാറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണോ? ലക്ഷക്കണക്കിന് കോമ്പറ്റീറ്റേഴ്സ് ഈ എക്സാം എഴുതും. അവർക്കിടയിൽ നിന്ന് ഇന്ത്യയിലെ മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റി ഏറ്റവും മികച്ച റാങ്കോട് കൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക, എക്സാമിൻ്റെ സിലബസ് മനസ്സിലാക്കുക, PYQs ചെയ്യുക, അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുക. സോ ഇവിടെ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ഉപദേശം എന്ന് പറയാം. അതല്ലെങ്കിൽ നിങ്ങൾ സീരിയസ് ആയി ഇത് നോക്കുന്നവരാണെങ്കിൽ 1 മുതൽ 20 വരെയുള്ള സ്ക്വയേഴ്സ് ഒന്ന് പഠിച്ചു വെക്കുക. എന്നാൽ അത്രയും വേഗത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം
പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യും. തീർച്ചയായും എക്കണോമിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയവരെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ കറണ്ട് അഫയേഴ്സിൽ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള നമ്മളെ സിലബസുമായി കണക്റ്റഡ് ആയ സയൻറ്റിസ്റ്റുകൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റ് വ്യക്തികൾ, സ്പോർട്സ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ അതുമായി നമുക്ക് കാണാം. താങ്ക് യു.